ജീവിതം നോമ്പ് പോലെ സൂക്ഷ്മതയുള്ളതായാൽ മരണം പെരുന്നാൾ പോലെ സന്തോഷമുള്ളതാണ്. ഇത്തരമൊരു പ്രയോഗം പലപ്പോഴും നമ്മൾ പല വേദികളിലും കേട്ടിട്ടുണ്ടാകും. അതിനെയൊക്കെ അന്വർത്ഥമാക്കുന്ന ഒരു പെരുന്നാൾ ദിവസ യാത്രയയപ്പിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു മെസ്സേജ് പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. വളരെ സൂക്ഷ്മതയിൽ ജീവിച്ച ഒരു കുടുംബം, തൃശ്ശൂർ സ്വദേശികൾ. അവർക്ക് മരണവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ കിട്ടിയതുപോലെ ചില അസ്വസ്ഥതകൾ ശരീരത്തിന് അനുഭവപ്പെടുകയും ഇന്ന് കാണുന്ന സോക്കോൾഡ് ചൂഷണങ്ങൾക്കൊന്നും, ചികിത്സാ ചൂഷണങ്ങൾക്കൊന്നും ഇരയാകാത്ത രീതിയിൽ ആ ഭർത്താവ് ആ സ്ത്രീയുടെ ആവശ്യപ്രകാരം അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവരെ വൃത്തിയാക്കുകയും വളരെ ക്ലീനായി സൂക്ഷിക്കുകയും മാഷാ അല്ലാഹ് ഏകദേശം ഒരു മാസത്തോളമായി ഒരു പവിത്രമായ ഭാര്യ ഭർത്തൃബന്ധം നിലനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ആ സഹോദരി അള്ളാഹുവിലേക്ക് യാത്രയായി. നാളെ, അതായത് നാളെയുള്ള പെരുന്നാൾ ദിവസമായിരിക്കും അവരുടെ ഖബറടക്കം. സ്വാഭാവികമായും ചികിത്സാ ചൂഷണങ്ങൾ ഏറുന്ന ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ഒരു അന്ധവിശ്വാസത്തിലാണ്. മരിക്കുന്നെങ്കിൽ അലോപ്പതിയിൽ കിടന്ന് അവിടെ ചൂഷണത്തിനിരയായി അവരവസാനം കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ് മരണം എന്ന തെറ്റിദ്ധാരണയിലാണ്. അങ്ങനെയല്ല. ഒരു മനുഷ്യന് സ്വസ്ഥമായ ജനനം, ശാന്തമായ മരണം, സുഖമായ ജീവിതം 2 തലമുറയ്ക്ക് മുമ്പ് ഇവിടെ അതാണ് നടന്നിരുന്നത്.